ഉണ്ടോ? ഡയറക്ടർ ബ്രില്യൻസ് ആണോ അതോ ഡിസൈനർ വെറുതെ ഇട്ടതാണോ? അത് മഹിമ അതിന് ആൻസർ പറയും. കാരണം മഹിമ സ്റ്റേജിൽ കയറുമ്പോൾ അതിന് ഏറ്റവും നന്നായിട്ട് ഡിഫൈൻ ചെയ്യാൻ കഴിയുന്നത് മഹിമയാണെന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ അത് നല്ല ഡെഫിനേഷൻ ആയിരുന്നു. അത് തന്നെ പറഞ്ഞാൽ മതി. അപ്പം ഹണീബിയുടെ ചോദ്യം മഹിമയോട് ചോദിക്കണം അല്ലേ? അതെ. ഓക്കെ, നേരത്തെ പറഞ്ഞു ഒരുപാട് സസ്പെൻസ് എലിമെന്റ്സ് ഉണ്ട്. എന്തെങ്കിലും കുറച്ചുകൂടി ഒരു ക്ലൂ തരാനായിട്ട് പറ്റുമോ? ഏത് ടൈപ്പ് സിനിമയാണ്? ജുവാൻജോ പോലെയൊക്കെയുള്ള ഒരു കംപ്ലീറ്റ് ഫാമിലി എന്റർടൈനർ ആണോ? ഇതൊരു കംപ്ലീറ്റ് എന്റർടൈനർ ആണ്. അത് ഏത് ജോണറിൽ വരും എന്നുള്ളത് എക്സാക്ട്ലി പറയാൻ പറ്റില്ല. പക്ഷെ ഹ്യൂമറിൽ പറഞ്ഞു പോകുന്ന എന്റർടൈനർ ആണ്. അതിനകത്ത് ത്രില്ലർ ഉണ്ടാവും, സസ്പെൻസ് ഉണ്ടാകും. കംപ്ലീറ്റ് പാക്കേജ് എന്നുള്ള രീതിയിൽ പിടിക്കാം. 17ാമത്തെ സിനിമയാണ്. സോ ആസ് എ പ്രൊഡ്യൂസർ എന്താണ് ഈ ഒരു സിനിമയെ കുറിച്ച് പറയാനായിട്ടുള്ളത്? ബിരുവാണ് എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ അളിയ ഒരു കഥ പറയണം അരുൺ എന്ന് പറയുന്നത്. സോ അപ്പം തന്നെ ഞാൻ ഈ സിനിമ മനസ്സുകൊണ്ട് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ കഥയും കൂടി കേട്ടപ്പോൾ ഒരു രക്ഷയില്ല, പൊളിയാണ്. ഫെബ്രുവരി 14 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റൊമാൻസ് റിലീസ് ചെയ്യും. എന്തായാലും നിങ്ങൾക്കൊരു നല്ല എന്റർടൈനർ ആയിരിക്കും ഈ സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിനിമ ചെയ്തു തുടങ്ങിയപ്പോൾ 3 പാട്ടും സിനിമ ബാക്ക്ഗ്രൗണ്ട് സ്കോർ തീർന്നു കഴിഞ്ഞപ്പോൾ 14 പാട്ടും ആയൊരു പടമാണ്. അപ്പോൾ അതിൻ്റെതായിട്ട് വ്യത്യാസം എൻ്റെ ദേഹത്തുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പടം ഇഷ്ടമാണെങ്കിൽ പാട്ട് ഇഷ്ടമാവും. ബെസ്റ്റ് ഫ്രണ്ട്സിനോട് ഒരു ചിൽ ടൈം എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു. ബാക്കിയെന്ന് ശരിക്കും അറിഞ്ഞില്ല. ഈ ട്രെയിലർ പോലത്തെ ഒരു സിനിമയാണ്. ട്രെയിലർ ആക്ച്വലി സിനിമയുടെ ഒരു മീറ്ററും എന്താണ് സിനിമ എന്നുള്ളൊരു മൂഡൊക്കെ ആ ട്രെയിലറിലുണ്ട്. ഡയറക്ടർ പറഞ്ഞ പോലെ അതും അതിനെ കുറച്ചും കൂടെ എക്സ്പെക്ട് ചെയ്ത് വന്നാൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. കുറേ കോമഡിയും ആക്ഷൻ സോങ്സ് എല്ലാം ഉണ്ട്. ആദ്യമായിട്ടാണോ മാത്യു ആക്ഷൻ ചെയ്യുന്നത്? എങ്ങനെയുണ്ടായിരുന്നു? പാടുപെട്ടോ? കുറച്ച് പാടുപെട്ടോ. എനിക്ക് തോന്നുന്നത് 8 ഡേയ്സോളം ഫൈറ്റ് മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പടത്തിന് വേണ്ടി ലുക്ക്. അപ്പോൾ ഡയറക്ടറും നമ്മുടെ മേക്കപ്പ് ചെയ്ത റോണക് ചേട്ടനും സെറ്റ് ചെയ്തു. അപ്പോൾ എനിക്കിഷ്ടമായി. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ പിടിക്കാമെന്ന് വിചാരിച്ചു. എന്താണ് സിനിമയെ കുറിച്ച് പറയാനായിട്ടുള്ളത്? സിനിമയെ പറ്റി ഹലോ ADJ പടമാണ്, ഒരു പൊളിപ്പടമാണ്. എനിക്ക് ജുവാൻജോ കണ്ടതിന് ശേഷം ഭയങ്കര ഇഷ്ടപ്പെട്ടു. വർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായ ഒരു ഡയറക്ടറായിരുന്നു ADJ. അപ്പോൾ ഈ പടം സ്പെഷ്യലാണ് തീർച്ചയായിട്ടും. കാരണം ചെയ്തു വെച്ചേക്കുന്നത് ഓഡിയൻസ് കാണാനുള്ള എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങളെല്ലാ ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യൻസും ക്രൂ മൊത്തം. അപ്പം അത് പൊളിയായിരിക്കും എന്നൊരു വിശ്വാസമുണ്ട്. ബാക്കി വാലന്റൈൻസ് ഡേ കാണാം. എക്സ്പീരിയൻസ് ആയിരുന്നു. ADJയുടെ കൂടെ എൻ്റെ 2ാമത്തെ പടമാണ്. ഇവരുടെയൊക്കെ കൂടെ അർജുൻ ബ്രോയുടെ ആദ്യമാണ്. ഇതിൻ്റെ കൂടെ പിന്നെ തുടങ്ങിയപ്പോൾ തൊട്ട് ഇതിൻ്റെ കൂടെ തന്നെ ആദ്യത്തെ പടം മുതൽ ഇതിൻ്റെ കൂടെയാണ്. അർജുൻ്റെ കൂടെ 3ാമത്തെ പടമാണ്. ADJയുടെ ആദ്യത്തെ പടമാണ്. എനിക്ക് 18+ എന്നുള്ള പടത്തിലാണ് എനിക്ക് ശരിക്കും ഒരു സിനിമയിൽ ഒരു നല്ലൊരു ക്യാരക്ടർ കണ്ട ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്ത് ആ സിനിമയിലുള്ള ആളെല്ലാം ചോദിച്ചു തുടങ്ങിയത് 18+ ആണ്. 18+ കണ്ടിട്ടാണ് എന്നെ അമരനിലേക്ക് വിളിച്ചത്. 18+ലെ ക്യാരക്ടർ കണ്ടിട്ട് എനിക്കിപ്പോൾ ഒരു തെലുങ്ക് ഫിലിമിലൊരു ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 18+ഉം ADJയും വളരെ സ്പെഷ്യലാണ്. അതുകൊണ്ട് തന്നെ ADJയുടെ മറ്റൊരു പടത്തിൽ വീണ്ടും 2ാമത്തെ പടത്തിലും അഭിനയിക്കാൻ സാധിക്കുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ധരിച്ചു വെച്ചതും ഞാൻ കണ്ടതും ഭയങ്കര ഡിഫറൻസ് ആണ്. കാരണം നമ്മൾ ഫിലിമിലൊക്കെ കാണുമ്പോൾ നമ്മൾ ഇവർക്ക് കുറച്ച് വേവിക്കാനുള്ള ആൾക്കാരാണ് എന്ന് കരുതിയിരുന്ന ഞാൻ കുറച്ച് അച്ചോടാ ഇതൊന്നേ. അപ്പോൾ അങ്ങനത്തെ വരെ കമ്പനിയായി. കാരണം നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരെ പോലെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്യാനും ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആകാൻ പറ്റി. അതിന് അവരോട് എനിക്ക് ഭയങ്കര നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഞാൻ നന്ദിയാണ് പറഞ്ഞത്. അപ്പോൾ എന്നെ ഇതിൽ വിളിച്ച ADJയ്ക്കും റൈച്ചേട്ടനും എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എന്താണ് സിനിമയെ കുറിച്ച് നമ്മളോട് പറയാനായിട്ടുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യം ഹലോ എവ്രി വൺ. ഞങ്ങൾക്ക് സുഖല്ലേ? ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും നേരം വെയിറ്റ് ചെയ്തതിന് ഒരുപാട് നന്ദി. എനിക്കിത് വളരെ സ്പെഷ്യലായ സിനിമയാണ്. കാരണം നിങ്ങളിപ്പോൾ ഇവിടെ കണ്ട പോലെ തന്നെ ഈ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ അതേ ഒരു വൈബോട് കൂടി ഞാൻ ചെയ്ത സിനിമയാണ്. ADJ ഇതിന്റെ സബ്ജക്ട് ആദ്യം പറഞ്ഞു തന്നപ്പോൾ തന്നെ എനിക്ക് ഇത് ഞാൻ മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വേറെ ആരെങ്കിലും കൊണ്ടുപോകുന്നായിരുന്നു എൻ്റെ മൈൻഡിൽ. ചോദിച്ചെന്തെങ്കിലും കാസർഗോഡ് ഭാഷയിലാണ് എന്താ പറയണ്ടേ? ഞാൻ ഈ ട്രെയിലറിൽ കാസർഗോഡ് ഭാഷയിലാണല്ലോ സംസാരിച്ചിരുന്നത്. എന്ത് പറഞ്ഞു കേട്ടിട്ടേ? എന്ത് മിൻസമാര് ചെല്ലിട്ട് ഞാൻ
എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം എല്ലാവരും വെയിറ്റ് ചെയ്ത് നിന്നതിന്. ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണിത്, ബ്രൊമാൻസ്. കാരണം കുറെ നാളുകളായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ കോമഡി സിനിമയിൽ ഇനി എപ്പോഴാണ് ചേട്ടാ കാണാൻ പറ്റുക എന്നുള്ളത്. ഞാനും പേഴ്സണലി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഇതിൽ എൻ്റെ കഥാപാത്രം നിങ്ങളെ എത്രത്തോളം ചിരിപ്പിക്കുമെന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ ഈ നിൽക്കുന്നവരെല്ലാവരും നിങ്ങളെ നന്നായി എന്റർടൈൻ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനകത്ത് നല്ല നല്ല പൊട്ടിച്ചിരികൾ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ നല്ല ആക്ഷൻ സീക്വൻസ് ഉണ്ടായിരിക്കും. എല്ലാം ഉണ്ടാവുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടുള്ളൊരു സിനിമയായിരിക്കും റൊമാൻസ് എന്ന കാര്യത്തിൽ. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് യാതൊരു സംശയമില്ല. എല്ലാവരും ഫെബ് 14 മറക്കരുത്. വാലന്റൈൻസ് ഡേക്ക് വേറെ പ്ലാൻ ഉണ്ടെന്ന് അറിയാം, പക്ഷെ എന്നാലും പടം കാണാൻ അതിനുശേഷം മറക്കരുത് പ്ലീസ്. ഒരു ഈസി പടമാണ്. ഈസി പടം എന്ന് പറഞ്ഞാൽ കാണാൻ എളുപ്പമാണ്, അധികം ചിന്തിക്കൊന്നും വേണ്ട. ഒരു പോപ്കോണൊക്കെ മേടിച്ച് സന്തോഷത്തോടെ ചില്ല് ചെയ്യാം, എല്ലാം മറന്ന് കാണാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. അപ്പോ പടം അടിപൊളിയായിരിക്കും. തിയേറ്ററിൽ കണ്ടാൽ ഞങ്ങൾ നേരത്തെ ഗ്രാൻഡ് എൻട്രി ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ കുറച്ച് ലേറ്റ് ആയി പോയി അല്ലേ. സോ എന്തായാലും കോ റൈറ്റർ ഇവിടെ ഉള്ള സ്ഥിതിക്ക് ബാക്കി ടീം മെമ്പേഴ്സും കൂടി ഒന്ന് സ്റ്റേജിലേക്ക് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഡയറക്ടർ, പ്രൊഡ്യൂസർ, എല്ലാ ക്രൂ മെമ്പേഴ്സും സ്റ്റേജിലേക്ക് വരണം. ലെറ്റ്സ് ടേക്ക് എ ഗ്രൂപ്പ് പിക്ചർ ഓഫ് ടീം ബ്രൊമാൻസ്. ഒരു ഫുൾ ലെങ്ത് റോൾ ഫസ്റ്റ് ഫിലിം അല്ലേ? ഫുൾ ലെങ്ത് റോൾ ഫസ്റ്റ് ഫിലിം അല്ലേ? അല്ല വരുന്നുണ്ട്.